മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന് 39 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗങ്ങളില് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ സന്ദർശനം നടത്തുന്നത് നമ്മൾ കാണുകയാണ്. അമ്മ കടന്നു ചെല്ലുമ്പോൾ ആ കുടുംബത്തിലുള്ള എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. ദൈവമാതാവായ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശുവിന് ആനന്ദത്തിന് കാരണമാവുകയാണ്. കാരണം അവൾ ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാള് തിരുസഭയെന്ന് കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന്റെ പുത്രന് ഈ ലോകത്തിൽ സംരക്ഷണം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായെ പരിശുദ്ധ അമ്മ പരിപാലിച്ചതുപോലെ, സംരക്ഷിച്ചതുപോലെ, വളർത്തിയതുപോലെ ഈ ലോകത്തിൽ ഈശോയെ വളർത്തുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഈശോയെ നമ്മൾ വളർത്തേണ്ടത്, സംരക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്? അത് ഈശോയ്ക്ക് ഈ ലോകത്തിൽ സാക്ഷ്യം കൊടുത്തുകൊണ്ടാണ്. മറ്റുള്ളവരിൽ ഈശോയ്ക്ക് സാക്ഷ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. മറ്റുള്ളവരിൽ ഈശോയെ നിറയ്ക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത്. നമ്മുടെ വാക്കിലൂടെ ഈശോയെ നമ്മൾ കൊടുക്കണം. നമ്മുടെ വാക്കിലൂടെ ഈശോയുടെ സ്നേഹത്തെ നമ്മൾ കൊടുക്കണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈശോയുടെ സ്നേഹത്തെയും കരുതലിനെയും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ മറ്റുള്ളവരിൽ ഈശോ ജനിക്കുന്നതിനും ഈശോ വളരുന്നതിനും ഇടയായിത്തീരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദൗത്യമാണ് ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുതലും ഈ ലോകത്തിന് കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തില് നിനക്ക് അനുഗ്രഹം കിട്ടണോ? നിന്റെ അധ്വാന മേഖലകള് ഉയർത്തപ്പെടണോ? നിന്റെ മക്കൾ പഠനത്തിൽ വളരണോ? നീ ദൈവമാതാവാകുവാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഈ ലോകത്തിൽ വളർത്തുവാനും ദൈവസ്നേഹത്തെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാനും നിനക്ക് സാധിക്കണം. ദൈവത്തെ വളർത്തുക, നിന്റെ ജീവിതത്തിലൂടെ ദൈവസ്നേഹം അവരിലേക്ക് പകർത്തപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവർ അറിഞ്ഞാല്, ദൈവത്തിന്റെ കരുതലിനെ മറ്റുള്ളവർ അറിഞ്ഞാല്, ദൈവത്തിന്റെ കരുണയെ മറ്റുള്ളവർ അറിഞ്ഞാല് അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ജ്വലിക്കും. അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ജനിക്കും. അവിടെ ഈശോ തന്നെ ജനിക്കുകയാണ്. മറ്റുള്ളവരിൽ ഈശോയെ ജനിപ്പിക്കാൻ, മറ്റുള്ളവരിൽ ഈശോയുടെ സാന്നിധ്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ദൈവം അരുൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമെന്നുള്ള ആഴമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കണം. ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം. അത് മറ്റുള്ളവർക്കൂടെ, അത് വിശ്വാസത്തിലൂടെയേ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ ജീവിതം ധന്യമാക്കാം, അനുഗ്രഹീതമാക്കാം. അതിന് ദൈവത്തിന് ആഴമായിട്ട് വിശ്വസിക്കുക, ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. കരങ്ങൾ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങള്, നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ, പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുരാത്മശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.